നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 26, 27 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 26 പുലർച്ചെ 12:54 AM മുതൽ ഫെബ്രുവരി 28 പുലർച്ചെ 3:52 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. എല്ലാവരും നോക്കുന്ന ഒരു സംഭവമാണ്. അത് ഈ കലണ്ടറിൽ കിടക്കുന്ന കൃത്യമായിട്ടുള്ള ഇതല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ എൻ്റെ ചാനൽ കാണുക. പിന്നെ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് തീർച്ചയായിട്ടും ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി അതും ചെയ്യാൻ ശ്രമിക്കുക. രാഹുകാലം 26 തീയതി ഉച്ചയ്ക്ക് 2:07 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:36 PM വരെയാണ് രാഹുകാലം. 26 തീയതി 27 തീയതി രാഹുകാലം രാവിലെ 11:11 AM മുതൽ ഉച്ചയ്ക്ക് 12:39 PM വരെയാണ്. 27 തീയതി രാഹുകാലം, അതായത് വെള്ളിയാഴ്ച കലണ്ടറിൽ കിടക്കുന്നത് രാവിലെ 10:30 തൊട്ട് 12 മണി വരെ എന്നുള്ളത്. അതല്ല കറക്റ്റ് ഷാർപ്പ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് മധ്യകേരളത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമൊക്കെ ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എന്തായാലും കഴിവതും ഈ രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രാഹുകാലത്തിൻ്റെ കാര്യം പറയുന്നത്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി വാട്സാപ്പ് വഴി എന്നെ ബന്ധപ്പെട്ടാൽ ഞാനത് പറഞ്ഞു തരാം. എനിക്കറിയാവുന്നതാണെങ്കിൽ, ഓക്കെ, എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ. അപ്പോൾ വാട്സാപ്പിൽ ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫലങ്ങൾ നോക്കാം. പ്രധാനമായിട്ട് പറയേണ്ടത്, ചന്ദ്രനും വ്യാഴവും കൂടെ ഒരുമിച്ച് വരുന്നു മിഥുനം രാശിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗജകേസരി യോഗം. അത് പക്ഷേ കൂടുതൽ രാശിക്കാർക്ക് അതിൻ്റെ പ്രയോജനം വരുന്നില്ല. എങ്കിലും എല്ലാവർക്കും ഈ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു ചെറിയ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. 12 രാശിക്കാർക്കും കിട്ടും. അത് ഓരോ കാര്യം പ്രധാനമായിട്ട് പറയേണ്ടതാണെങ്കിൽ മാത്രം ഞാൻ പറയാം. കാരണം മിക്കവാറും ചിലർക്ക് വ്യാഴം അനുകൂലമാണെങ്കിലും ചന്ദ്രൻ അനുകൂലം അല്ലാതെ വരുന്നു, ചന്ദ്രൻ അനുകൂലമാണെങ്കിൽ വ്യാഴം അനുകൂലമല്ലാതെ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ ഗുണം കിട്ടില്ല. എന്തായാലും ആദ്യം മേടം രാശി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ അനുകൂലമാണെങ്കിലും വ്യാഴം ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. എങ്കിലും ശനി ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ ഇവർക്ക് തീർച്ചയായിട്ടും ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ പിതൃസ്വത്ത് കിട്ടാം. കാര്യം സൂര്യനും ചൊവ്വയും അനുകൂലമാണ്, അതുകൂടാതെ സർപ്പവും അനുകൂലമാണ്. അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം, അല്ലെങ്കിൽ പിതൃസ്വത്ത് വഴി നേട്ടങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ മേടം രാശിക്ക്
അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനമായിട്ടും പറയേണ്ടത്, ഒരു ഗ്രഹം പോലും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടില്ല. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും നിൽക്കുന്നു. ഇവർക്ക് ശനിയും വ്യാഴവും ചൊവ്വയും സൂര്യനും ഒക്കെ അനുകൂലമാണ്. ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് പിതൃസ്വത്ത് കിട്ടാം. കുംഭം മീനം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഒക്കെ ലഭിക്കും. ചൊവ്വ ഇവിടെ അനുകൂലമാണ്. കർമ്മഭാവത്തിൽ 5 ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ തൊഴിൽ രംഗത്ത് വളരെയധികം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ അത് ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിതൃസ്വത്ത് ലഭിക്കാം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. ആകെ മൊത്തം ടോട്ടൽ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർ കുംഭം മീനം മാസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. നല്ല സമയമാണ് പൊതുവെ ഇടവൻ രാശിക്ക്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമല്ല, ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 2 ഗ്രഹങ്ങൾ മാത്രമേ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളൂ. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയാല്യം. ഇവർക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ചന്ദ്രനും കൂടി പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. എങ്കിലും ചന്ദ്രനും വ്യാഴവും കൂടി ഗജകേസരി യോഗം നിർമ്മിക്കുന്നതുകൊണ്ട് കുറച്ച് കാഠിന്യം കുറയും ദോഷാധിക്യത്തിൻ്റെ. ഇവർ ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഒരു പരിധിവരെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. എങ്കിലും പൊതുവെ ഇവർക്ക് അത്ര നല്ല ഗുണങ്ങളുള്ള ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്തര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമൊക്കെയാണ്. പക്ഷേ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുകയാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഗുണം ഇവർക്കും കിട്ടുന്നില്ല. കാരണം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതിൽ തന്നെ 5 എണ്ണം പാപഗ്രഹങ്ങളുമാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എല്ലാ ദിവസവും. അതുപോലെ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ഇവർക്ക് അഷ്ടമശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം
മുന്നിൽ കണ്ടുകൊണ്ടേ നിൽക്കാവുള്ളൂ. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, ഇനി കന്നിരാശി. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം, പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും, ശത്രുക്കൾ നിഷ്പ്രഭരാവും, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. ഇവർക്ക് ശനി പ്രതികൂലമാണ്. 7ാം ഭാവത്തിലാണ് ശനി. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. ശനി, വ്യാഴവും അനുകൂലമാണ്, സർപ്പവും ശിഖിയും അനുകൂലമാണ്. അപ്പോൾ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ ഇവിടെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഫലം തരുന്നത്. അപ്പോൾ ഈ മറ്റേ ഗജകേസരി യോഗത്തിൻ്റെ ഗുണം ഇവർക്കും പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. ഇവർക്ക് ചൊവ്വ പ്രതികൂലമാണ്. വാഹനപഴങ്ങൾ സൂക്ഷിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, വീഴ്ചകൾ കരുതിയിരിക്കുക. ചന്ദ്രനും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും അത് ഈ ഗജകേസരി യോഗത്തിൻ്റെ ഒരു ടച്ച് ഉണ്ടായതുകൊണ്ട് അല്പം നേട്ടമൊക്കെ ഉണ്ടാവും. അതായത് ആ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഇനി ധനുരാശി നോക്കാം. മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ഈ ഗജകേസരി യോഗത്തിൻ്റെ നേട്ടം കിട്ടുന്ന രാശിയാണ്. 7ാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് ഗജകേസരി യോഗം നിർമ്മിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇത് 3ഉം അനുകൂലമായിട്ട് വരുമ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം സുരഭിലമാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം. കാര്യം ചൊവ്വ, സൂര്യൻ, സർപ്പം ഇവ അനുകൂലമാണ്. കൂടാതെ വ്യാഴവും ചന്ദ്രനും ശുക്രനും എല്ലാം അനുകൂലമാണ്. ഈ 7 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ധനുരാശിക്ക്. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കും. അതുപോലെ തന്നെ കുംഭമാസം മുഴുവൻ ഇവർക്ക്
തൊഴിൽ വിജയം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. പൊതുവെ ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണെങ്കിലും കണ്ടകശനിയാണ്. അപ്പോൾ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് ശനിയാഴ്ച വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി. മകരം രാശി ഇങ്ങനെ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ്. താമസിയാതെ അവർക്ക് നല്ല ഗുണാധിക്യമൊക്കെ വരുന്ന ഒരു ദിവസങ്ങൾ വരും, അടുത്ത് തന്നെ വരും. ഓക്കെ, ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ്. അപ്പോൾ നമ്മൾ ചന്ദ്രൻ അനുകൂലമാണെങ്കിൽ അവിടെ ഈ ഗജകേസരി യോഗത്തിൻ്റെ ആ ഒരു പൂർണ്ണത ഇവർക്ക് ഗുണം കിട്ടുന്നില്ല. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പിന്നെ ശനി ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത ഇവർക്കുണ്ട്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ സാങ്കേതിക രംഗത്തും മേന്മകളുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി. കുംഭം രാശിക്ക് അല്പം ദോഷമുള്ള ദിവസങ്ങളാണ്. കാരണം അവർക്ക് ജന്മത്തിൽ ചൊവ്വ, സൂര്യൻ, സർപ്പം, ബുധൻ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, വാഹനാപകടങ്ങൾ ശ്രദ്ധിക്കുക, വീഴ്ചകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞായറാഴ്ച, ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് ശുക്രനും വ്യാഴവും അനുകൂലമാണ്. എങ്കിലും ഈ ഇത്രയും ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്, പാപഗ്രഹങ്ങൾ. അപ്പോൾ അത് മറികടക്കാനൊക്കെ പാടാണ്. അപ്പോൾ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ഈ ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈ ദോഷ ആധിക്യമുള്ള ദിവസങ്ങൾ മറികടക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഴിയും. അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ അത് കഴിയുക തന്നെ ചെയ്യും. പിന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായതുകൊണ്ട് കുറച്ചൊക്കെ ഭൗതിക സുഖങ്ങളും ധനപരവും ഒക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ ഇവർക്ക് നല്ല ദിവസങ്ങളല്ല. കഴിവതും അല്പകാലത്തേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റിവെക്കുക. കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. മീനം രാശിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി അല്പം ദോഷകരമായ ദിവസങ്ങളാണ്. കാരണം 4 പാവഗ്രഹങ്ങൾ പ്രതികൂലമാണ്. കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നും ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. 5, 2, 7 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പൊതുവെ ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. അതുപോലെ തന്നെ അല്പം സാമ്പത്തികമൊക്കെ ലഭിക്കും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സമാണ് കാണുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ വീഴ്ചകൾ, തീപ്പൊള്ളൽ കരുതിയിരിക്കുക. വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 26-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 27-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്.
ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 26-ാം തീയതി രാവിലെ 5:10 AM മുതൽ 5:58 AM വരെയാണ് 26-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 27-ാം തീയതി രാവിലെ 5 മണി തൊട്ട് 5:09 AM മുതൽ 5:57 AM വരെയാണ് 27-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം 26-27 തീയതികളിൽ ഉച്ചയ്ക്ക് 12:16 PM മുതൽ ഉച്ചയ്ക്ക് 1:03 PM വരെയാണ് 26-27 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 26-2-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 6, 1, 0 ഇവയും ഭാഗ്യസംഖ്യയാണ്. ഈ 0 കിടന്ന് കളിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട്, ഒരു 2-3 ആഴ്ചയായിട്ട് ലോട്ടറിയൊക്കെ എടുക്കുന്നത് ശ്രദ്ധിക്കുക. 0 ഇച്ചിരി പ്രാധാന്യമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ സംഭവം 0 കിടന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ. 27-2-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 7, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.